ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓപ്പറേറ്ററുകൾ എന്താണെന്ന് മനസ്സിലാക്കി തരാൻ പോകുന്നു. ഇത് ഒരു സ്പിൻ സീറോ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അംഗുലാർ മൊമെന്റം സീറോ ഓപ്പറേറ്റർ, അംഗുലാർ മൊമെന്റം 1 ഓപ്പറേറ്റർ എന്നിങ്ങനെ തരം തിരിച്ചിരിക്കുന്നു. ഒരു സ്കേലാർ ഓപ്പറേറ്റർ ഒരു ട്രിവിയൽ ഓപ്പറേറ്ററാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വളരെ വ്യക്തമായ മാർഗമാണിത്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിങ്ങൾ അതിനെ സ്കേലാർ എന്ന് വിളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ സ്കേലാർ എന്ന് വിളിക്കുന്നത്? നിങ്ങൾ റൊട്ടേഷൻ മാത്രമേ കാണുന്നുള്ളൂ, കാരണം അംഗുലാർ മൊമെന്റം എന്നത് റൊട്ടേഷന് കീഴിലുള്ള റൊട്ടേഷന്റെ ജനറേറ്ററാണ്. ഒരു സ്കേലാർ ഓപ്പറേറ്റർ അതേപടി നിലനിൽക്കും. ഉദാഹരണത്തിന് റേഡിയൽ കോർഡിനേറ്റ് എടുത്താൽ യഥാർത്ഥത്തിൽ അത് സ്ക്വയർ റൂട്ടിന് കീഴിലുള്ള 2r.r വെക്ടറിന്റെ ഒരു ഡോട്ട് പ്രോഡക്റ്റ് ആണ്. റൊട്ടേഷന് കീഴിൽ റേഡിയൽ കോർഡിനേറ്റ് മാറില്ല, അതിനാലാണ് നിങ്ങൾ ഇതിനെ സ്കേലാർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അത്തരം സ്കേലാർ ഓപ്പറേറ്ററുകളുമായി അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്ക് ഒരു പൊസിഷൻ ഓപ്പറേറ്റർ ഉണ്ടായിരിക്കാം. സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലംസിലെ റേഡിയൽ ഓപ്പറേറ്റർ ഈ റേഡിയൽ കോർഡിനേറ്റ് ഓപ്പറേറ്ററുകൾ സ്കേലാർ ഓപ്പറേറ്ററുകളാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. എന്നാൽ എന്താണ് ഫോർമൽ ഡെഫിനിഷൻ? റൊട്ടേഷനിൽ സ്റ്റേറ്റ് വെക്ടറുകൾ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നുവെന്ന് നമ്മൾ കണ്ടു. കൂടാതെ ഒരു റൊട്ടേഷന് കീഴിൽ ഒരു ലീനിയർ ഓപ്പറേറ്റർ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ലീനിയർ ഓപ്പറേറ്റർ റൊട്ടേഷന് കീഴിൽ സ്റ്റേറ്റ് വെക്ടർ ട്രാൻസ്ഫോം ചെയ്യുന്നുവെങ്കിൽ അത് യുവിൽ നിന്ന് ij.θയിലേക്ക് h ക്രോസ് ഉപയോഗിച്ച് ട്രാൻസ്ഫോം ചെയ്യുന്നതെങ്ങനെയെന്ന് നിങ്ങൾക്കറിയാം. അനുബന്ധ ഓപ്പറേറ്ററുകൾക്ക് ഇത് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും. എപ്പോഴാണ് നമ്മൾ ഓപ്പറേറ്ററെ സ്കേലാർ എന്ന് വിളിക്കുന്നത്? എ പ്രൈം എന്നത് എക്ക് തുല്യമാകുമ്പോൾ. ഒരു മാറ്റവുമില്ല. എ പ്രൈം എക്ക് തുല്യമാകുമ്പോൾ അതിനെ സ്കേലാർ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നു. അത് എപ്പോൾ സംഭവിക്കും? അത് എപ്പോൾ സംഭവിക്കും? അംഗുലാർ മൊമെന്റം ഉള്ള സ്കേലാർ ഓപ്പറേറ്ററിന്റെ കമ്മ്യൂട്ടേറ്റർ 0 ആകുമ്പോൾ മാത്രം. r കോർഡിനേറ്റ് അല്ലെങ്കിൽ r റേഡിയൽ കോർഡിനേറ്റിന്റെ ഫംഗ്ഷനൊപ്പം LLI 0 ആകുന്നു എന്ന് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. നിങ്ങൾ അത് മെക്കാനിക്കലി ചെക്ക് ചെയ്തു. സ്കേലാർ ഓപ്പറേറ്ററുകൾ അംഗുലാർ മൊമെന്റം ജനറേറ്റർ ഉപയോഗിച്ചാണ് കമ്മ്യൂട്ട് ചെയ്യുന്നതെന്നാണ് ഇനി ഞാൻ പറയാൻ ശ്രമിച്ചത്. മറ്റ് ഓപ്പറേറ്ററുകൾ ആംഗുലാർ മൊമെന്റം ജനറേറ്ററുകൾ ഉപയോഗിച്ച് കമ്മ്യൂട്ട് ചെയ്യില്ലെന്നും ഇതിലൂടെ മനസ്സിലാക്കാം. അവ കമ്മ്യൂട്ട് ചെയ്യില്ല. ക്ലാസിക്കൽ മെക്കാനിക്സിൽ പറയുന്നത് നിങ്ങൾക്ക് ഒരു വെക്ടർ ഓപ്പറേറ്ററോ പൊസിഷൻ വെക്ടറോ ഉണ്ടെങ്കിൽ ആ വെക്ടറിന്റെ പൊസിഷൻ കമ്പോണൻസ് റൊട്ടേഷന് കീഴിൽ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നാണ്. നിങ്ങൾ എടുക്കുന്ന ഏതെങ്കിലും വെക്ടർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് മൊമെന്റം പോലുള്ള വെക്ടർ ഓപ്പറേറ്ററിന് അതിന്റെ ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടികൾ നിങ്ങളുടെ പൊസിഷൻ വെക്ടറിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യണം. അതിനാലാണ് നിങ്ങൾ അവയെ വെക്ടറുകൾ എന്ന് വിളിച്ചത്. വെക്ടറുകൾ അനൗൺസ് ചെയ്യുന്നതിൽ പോലും ചില വ്യത്യാസങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണ് അവ? പാരിറ്റിയിൽ മാറ്റം വരുത്തുന്നവയും പാരിറ്റിയിൽ മാറ്റം വരുത്താത്തവയും അവയാണ് പോളാർ വെക്ടറുകൾ, ആക്സിയൽ വെക്ടറുകൾ. ഇപ്പോൾ അതിലേക്ക് കടക്കാതിരിക്കാം, കുറഞ്ഞത് പ്രോപ്പർ റൊട്ടേഷനുകളിലേക്ക് എങ്കിലും. യാതൊരു വ്യത്യാസവുമില്ല. പ്രോപ്പർ റൊട്ടേഷനുകൾക്ക് കീഴിൽ ഏത് വെക്ടറും ഒരു പൊസിഷൻ വെക്ടറിന്റെ കമ്പോണൻസ് പോലെ ട്രാൻസ്ഫോം ചെയ്യപ്പെടും. ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് നിങ്ങൾ പഠിച്ചു. ഉറപ്പായും ഈ മുകളിലെ ഇക്വേഷനിൽ എ പ്രൈം എന്നത് എ അല്ല. എ പ്രൈം മാറുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാം. അവിടെ നിന്ന് റൊട്ടേഷന് കീഴിൽ വ്യത്യസ്ത പൊസിഷൻ കോർഡിനേറ്റുകളുള്ള ആംഗിൾ മൊമെന്റത്തിന്റെ കമ്മ്യൂട്ടേറ്റർ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. പൊസിഷൻ ഓപ്പറേറ്ററുടെ കമ്പോണന്റായി ഞാൻ എന്ത് എഴുതിയാലും അത് ഏതെങ്കിലും വെക്ടർ ഓപ്പറേറ്റർക്കായി ഹോൾഡ് ചെയ്യണം. നിങ്ങൾ ഇത് പരിശോധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി ഇത് പരിശോധിക്കണം. J I എന്നത് ഏതെങ്കിലും ഡോട്ട് പ്രൊഡക്റ്റിനൊപ്പം വരുമ്പോൾ അത് 0 ആകുന്നു. നിങ്ങൾക്ക് അത് കാണിക്കാനും കഴിയും. അതിനാലാണ് ഇതിനെ സ്കേലാർ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഒപ്പം JI വിത്ത് AJ ഉണ്ട്. ഇത് പൊസിഷൻ കോർഡിനേറ്റ് ആണെങ്കിൽ IH ക്രോസ് എപ്സിലോൺ
ijk എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതാണ് വെക്റ്റർ ഓപ്പറേറ്റർ. ഇതിനെ നമ്മൾ വെക്റ്റർ ഓപ്പറേറ്ററുകൾ എന്ന് വിളിക്കുന്നു. റൊട്ടേഷന് കീഴിലുള്ള കമ്പോണന്റുകളുടെ പൊസിഷൻ വെക്റ്ററിന്റെ രീതിക്ക് സമാനമായി ഇത് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് i വിത്ത് മൊമെന്റം j കമ്പോണന്റുകൾ പരിശോധിക്കാം. അത് എന്താണ്? അത് i h ക്രോസ് എപ്സിലോൺ i j k p k ആണ്. അംഗുലാർ മൊമെന്റം j ആയി തന്നെ ഒരു വെക്റ്റർ ഓപ്പറേറ്ററാണ്. ഇത് നിങ്ങൾക്ക് പരിചിതമായ അംഗുലാർ മൊമെന്റം ആൾജിബ്ര സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഒരു പൊസിഷൻ വെക്റ്ററിന്റെ കമ്പോണന്റുകൾ എങ്ങനെയാണ് മാറുന്നത് എന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ഈ ഡെൽറ്റ ആർ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഡെൽറ്റയും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാറും. നിങ്ങൾ അത് എഴുതി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കമ്മ്യൂട്ടേറ്റീവ് ബ്രാക്കറ്റ് കണ്ടെത്താൻ കഴിയും. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം, ഡെൽറ്റ ആർ എന്നത് ഇൻഫിനിറ്റെസിമൽ റൊട്ടേഷന് ഡെൽറ്റ ഒമേഗ ക്രോസ് ആർ ആണ്. ഒരു വെക്റ്റർ ഓപ്പറേറ്ററിന്റെ ഏത് ഡെൽറ്റയിലും അത് ചെയ്യുക. നിങ്ങൾ രണ്ട് വശങ്ങളും താരതമ്യം ചെയ്താൽ ഇരുവശവും പൊരുത്തപ്പെടുന്ന ഒരേയൊരു മാർഗം ഈ കമ്മ്യൂട്ടേറ്റർ ഈ തീറ്റ ചെറുതാക്കി നിലനിർത്തുക എന്നതാണ്. ഒരു കമ്മ്യൂട്ടേറ്റീവ് ബ്രാക്കറ്റ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ കമ്മ്യൂട്ടേറ്റീവ് നിങ്ങൾക്ക് എക്സർസൈസ് ചെയ്ത് എന്നെ കാണിക്കാൻ കഴിയും. നിങ്ങൾക്കുള്ള എക്സർസൈസ് ആണ്, പരിശീലിക്കുന്നതിന് ഉള്ള എക്സർസൈസ്. പൊസിഷൻ ഓപ്പറേറ്ററിനായി ഞാൻ ഇത് വിശദമായി ചെയ്തു. ഏത് വെക്റ്റർ ഓപ്പറേറ്ററും ഇതേ രീതിയിൽ ചെയ്യുക. ഏത് വെക്റ്റർ ഓപ്പറേറ്ററും ഒരു പൊസിഷൻ ഓപ്പറേറ്ററെ പോലെ തന്നെ പെരുമാറണം. അതിനാൽ ഇതൊരു വെക്റ്റർ ഓപ്പറേറ്ററാണ്. ഇത് ഒരു വെക്റ്റർ ഓപ്പറേറ്ററാണ്. ഇത് ഒരു വെക്റ്റർ ഓപ്പറേറ്ററാണ്. വെക്റ്റർ ഓപ്പറേറ്റർ എന്താണെങ്കിലും അവയെല്ലാം ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു വെക്റ്റർ ഓപ്പറേറ്റർ എന്താണ് എന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണേണ്ടതാണ്. അടുത്ത ഓപ്പറേറ്റർ ഏതാണ്? നമ്മൾ സ്കേലാർ ചെയ്തു, നമ്മൾ വെക്റ്റർ ചെയ്തു. ഇനി ടെൻസറുകൾ നോക്കണം. നിങ്ങൾ എല്ലാവരും പഠിച്ച പരിചിതമായ ടെൻസറുകളിൽ ഒന്നാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ടെൻസർ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ടെൻസറിന് രണ്ട് ഇൻഡിസസ് ഉണ്ട്. ലാബുകളിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയും മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ നിങ്ങൾ ചെയ്ത നിരവധി ചോദ്യങ്ങൾ ചെയ്തു. അതൊരു മാട്രിക്സ് ആണ്. അതുവരെ നിങ്ങൾക്ക് അറിയാം, ഇത് ഒരു മാട്രിക്സ് ആണ്. മാട്രിക്സ് Mij മാട്രിക്സ് അല്ലെങ്കിൽ Iij മാട്രിക്സ് ആയി എഴുതാം. വെക്ടറിന് ഒരു ഇൻഡെക്സ് മാത്രമുള്ളതിനാൽ ഒരു സ്കേലാറിന് 0 ഇൻഡെക്സ് ഉണ്ടാകും. റൊട്ടേഷനുകൾക്ക് കീഴിലുള്ള വ്യത്യസ്ത ഓപ്പറേറ്ററുകളുടെ രീതി വ്യത്യസ്തമാണ് എന്ന ആശയത്തിലേക്ക് ഞാൻ ക്രമേണ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ രണ്ട് ഇൻഡെക്സുകൾ ഉപയോഗിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ റൊട്ടേഷൻ ചെയ്താൽ അതിന് എന്ത് സംഭവിക്കും? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ Iij എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യുമായിരുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യാം. ഞാൻ Aibj എടുത്ത് അതിനെ Aitij എന്ന് വിളിക്കുന്നു. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ടെൻസർ ഇത് എന്നെ Mrij എന്ന് എഴുതാൻ അനുവദിക്കുന്നു. നമുക്ക് എല്ലാ സബ്സ്ട്രാക്ഷനുകളും മറക്കാം. ഉദാഹരണത്തിന് ഞാൻ രണ്ട് ഇൻഡെക്സ് ഒബ്ജക്റ്റിൽ ഒരു റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഈ എയും ബിയും ഒരുപോലെയാണ്. ഞാൻ ഒരു ഇൻഡെക്സ് ഒബ്ജക്റ്റിൽ ഒരു റൊട്ടേഷൻ ചെയ്യുമ്പോൾ എനിക്ക് Rij ആകാൻ എ പ്രൈം ആയി കിട്ടുന്നു. ഇത് ഒരു റൊട്ടേഷൻ മാട്രിക്സ് ടൈംസ് Aj ആണ്. അത് I പ്രൈം Ijയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ T പ്രൈം Ij എടുത്താലും മതി. റൊട്ടേഷന് കീഴിൽ എന്ത് സംഭവിക്കുന്നു? Rii1 Rjj1 കിട്ടുന്ന സമാനമായി ഇതും അതേ R മാട്രിക്സ് ആണ്. ത്രീ ഡയമെൻഷനിൽ എത്ര എലമെന്റുകൾ ഉണ്ട്? 9ൽ എത്ര ഉണ്ട്? വെക്റ്റർ ഓപ്പറേറ്റർ എന്ന നിലയിൽ ഞാൻ ഇത് വെക്റ്റർ Ri ആയി
നോക്കുകയാണെങ്കിൽ ഇതിന് എത്ര കമ്പോണന്റുകൾ ഉണ്ട്? ഇതിന് 3 കമ്പോണന്റുകൾ ഉണ്ട്. ഇത് 3 കമ്പോണന്റുകളുള്ള മറ്റൊരു വെക്ടറാണ്. 2 വെക്ടറുകൾ കമ്പൈൻ ചെയ്യുന്നത് ടെൻസർ പ്രോഡക്റ്റ് എടുക്കുന്നതിന് തുല്യമാണ്. ഞാൻ 2 വെക്ടറുകൾ കമ്പൈൻ ചെയ്തു. ഇതും 2 വെക്ടറുകളും കമ്പൈൻ ചെയ്തു. ഇത് ഒരു വെക്ടറാണ്, ഇത് ഒരു വെക്ടറാണ്. ഈ വെക്ടറിന് 3 കമ്പോണന്റുകൾ ഉണ്ട്. ഇതിന് 3 കമ്പോണന്റുകൾ ഉണ്ട്. കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ടെൻസർ പ്രൊഡക്റ്റ് ആണ്. ഈ കോമ്പോസിഷന്റെ ഡയമെൻഷൻ എന്താണ്? 3x3. നിങ്ങൾ പറഞ്ഞ 9 ഇൻഡിപെൻഡന്റ് കമ്പോണന്റുകൾ ഉണ്ട്. കമ്പോസ് ചെയ്ത ഒബ്ജക്റ്റിന്റെ 9 ഇൻഡിപെൻഡന്റ് കമ്പോണന്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു 3 ഡയമെൻഷണൽ വെക്ടറിനെ 3 ഡയമെൻഷണൽ കൊണ്ട് ഗുണിച്ചാണ് മറ്റൊരു വെക്ടർ. നിങ്ങൾക്ക് ഒരു ബെൽ റിംഗ് ചെയ്യുന്നു. ഞാൻ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ്? നമ്മൾ അൺകപ്പിൾ ബേസിസും കപ്പിൾ ബേസിസും ചെയ്തുകൊണ്ട് സ്റ്റേറ്റുകളുടെ കോണ്ടെക്സ്റ്റിൽ ഓപ്പറേറ്ററുകൾ 2 വെക്ടർ ഓപ്പറേറ്ററുകളെ എടുത്ത് കമ്പോസ് ചെയ്യുന്നു. അപ്പോൾ 2 ഇൻഡെക്സ് ചെയ്ത ഒബ്ജക്റ്റ് കിട്ടും. ഇപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് അൺകപ്പിൾഡ് ആണ്. ഇത് പല ഭാഗങ്ങളായി സോൾവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കപ്പിൾ കേസിന് സമാനമാണ് ഇതെന്ന് ഞാൻ പറയും. ഒന്ന് ടി മാട്രിക്സിന്റെ ട്രേസ് ആണ് റൊട്ടേഷന് കീഴിൽ ടി മാട്രിക്സിന്റെ ട്രേസ് എന്താണ് ചെയ്യുന്നത്? സിമിലാരിറ്റി ട്രാൻസ്മിറ്റിൽ ട്രേസ് ഇൻവേരിയന്റ് ആയി തുടരുന്നു. റൊട്ടേഷന് കീഴിലുള്ള ഒരു സ്കെയിലർ പോലെയാണ് ടി മാട്രിക്സിന്റെ ട്രേസ് പ്രവർത്തിക്കുന്നത്. ഇത് 1 ഡയമെൻഷണലാണ്. ഇത് 1 ഡയമെൻഷണലാണ്. എനിക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? എനിക്ക് ഈ 2 വെക്ടറുകളുടെയും ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. 2 വെക്ടറുകളുടെ ക്രോസ് പ്രോഡക്റ്റ് 3 ഡയമെൻഷനിൽ എ വെക്ടർ എ ക്രോസ് ബി ആണ്. ഇത് ഒരു വെക്ടറാണ്. ഞാൻ ഒരു ആൻറി സിമെട്രിക് കോമ്പിനേഷൻ എഴുതാം. അതിനെ ഞാൻ എ ക്രോസ് ബി എന്ന് വിളിക്കുന്നു. അവിടെ എത്ര കമ്പോണന്റുകൾ ഉണ്ട്? 3 എ ക്രോസ് ബിയിൽ 3 കമ്പോണന്റുകൾ മാത്രമേയുള്ളൂ. കൂടാതെ സിമെട്രിക് T1 2 T1 3 to 3 ഉണ്ട്. മറ്റുള്ളവ ആന്റി സിമെട്രിക് 3 കമ്പോണന്റുകളാണ്. അത് റൊട്ടേഷന് കീഴിൽ ഒരു വെക്ടർ പോലെ പ്രവർത്തിക്കുന്നു. എന്താണ് ബാക്കിയുള്ളത്? ഞാൻ എ ട്രേസ് പുറത്തെടുത്തു. ഞാൻ ഒരു ആന്റി സിമെട്രിക് ഓപ്പറേറ്ററെ പുറത്തെടുത്തു. എന്താണ് ലെഫ്റ്റ് സിമെട്രിക്? ഞാൻ അത് പുറത്തെടുത്തിട്ടില്ല. സിമെട്രിക്കിൽ നിങ്ങൾ ട്രേസ് കുറയ്ക്കേണ്ടതുണ്ട്. അതാണ് സിമെട്രിക്. 3 ഡയമെൻഷണൽ സിമെട്രിക് മാട്രിക്സിൽ എത്ര കമ്പോണന്റുകൾ അടങ്ങിയിരിക്കുന്നു? നിങ്ങൾ ട്രേസ് നീക്കം ചെയ്താൽ എന്ത് സംഭവിക്കും? ട്രേസ് ഒരു കണ്ടീഷനാണ്. നിങ്ങൾ ഡയഗണൽ എലമെന്റ്സ് നീക്കം ചെയ്യുന്നില്ല. അതിനാൽ നിങ്ങളുടെ അംഗുലാർ മൊമെന്റത്തിലെ 5 കമ്പോണറുകളെ 5 ഡയമെൻഷണൽ കണ്ടീഷൻ എന്ന് വിളിക്കുന്നു. J = എന്നത് J+1 ആണ്. ഇവിടെ ചില സാമ്യതയുണ്ട്. ഞാൻ എന്താണ് ചെയ്തത്? എനിക്ക് ഒരു 9 ഡയമെൻഷണൽ കോമ്പോസിഷൻ റോ ആയി ലഭിച്ചു. റൊട്ടേഷന് കീഴിൽ ഇൻവേരിയന്റ് ആയ ഒരു പീസ് പുറത്തെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് താഴ്ന്ന ഡയമെൻഷണലിലുള്ള ഒന്നാണ്. മറ്റൊരു പീസ് അതിന് കീഴിൽ ഉള്ള ഇൻവേരിയന്റ് ആണ്. അത് ഇൻവേരിയന്റ് അല്ല. അത് പെരുമാറുന്നത് റൊട്ടേഷന് കീഴിലുള്ള വെക്ടർ ആയി ആണ്. മറ്റൊന്ന് J2 തുല്യമാണ് എന്നതാണ്. ഇവ J1 തുല്യവും J1 തുല്യവുമാണ്. കാരണം അവയ്ക്ക് 3 കമ്പോണന്റുകൾ ഉണ്ട്. J1 തുല്യമാണ്, J1 തുല്യമാണ് എന്നീ 2 ഓപ്പറേറ്ററുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ സാധ്യതകൾ എന്തൊക്കെയാണ്? നമ്മൾ അംഗുലാർ മൊമെന്റത്തിന്റെ കോമ്പിനേഷൻ കണ്ടു. നിങ്ങൾക്ക് J1 തുല്യമാണ്, J2 തുല്യമാണ്, J0 തുല്യമാണ് എന്നിവ കിട്ടണം. ഇതാണ് കൃത്യമായി എനിക്ക് കിട്ടിയത്. പക്ഷേ നിങ്ങൾക്കായി ആ ആൾജിബ്ര ശരിക്കും ചെയ്തിട്ടില്ല.
എല്ലാ ഓപ്പറേറ്റേഴ്സിനും ഒരു ഇൻഡിജർ അംഗുലാർ മൊമെന്റം മാത്രമാണ് ലഭിക്കുന്നത് എന്ന ഒരു തോന്നൽ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. നമുക്ക് എന്റെ എല്ലാ വെക്ടർ ഓപ്പറേറ്ററുകൾക്കും ഫിസിക്കൽ മൊമെന്റം, കോണീയ പൊസിഷൻ മൊമെന്റം, ഓപ്പറേറ്റർ എല്ലാം ഇൻഡിജേഴ്സ് ആണ് എന്ന് കൊടുക്കാം. അതെ, ഞാൻ ഇതിനെ ടെക്നിക്കലി നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ വിളിക്കണം. കാരണം ഇതിന് 3 കമ്പോണന്റുകളുണ്ട്. കാരണം ഇത് ഒരു വെക്റ്റർ ഓപ്പറേറ്റർ ആണ്, കമ്പോണന്റുകളുടെ നമ്പർ ഉണ്ട്. ഇത് ഒരു അനലോഗി ആണ്, അല്ലെങ്കിൽ ഇതിൽ ഓപ്പറേറ്ററുകൾക്കിടയിൽ a 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട്. നമ്മൾ ചെയ്തതുപോലെ പെരുമാറാൻ ഇതിന് ക്ലെബ്ഷ്-ഗോർഡൺ മാട്രിക്സ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമുള്ളതാണ്. നിങ്ങൾ ചെയ്ത നിങ്ങളുടെ എല്ലാ സ്ഫറിക്കൽ ഹാർമോണിക്സും നിങ്ങൾ എഴുതാത്ത നിങ്ങളുടെ എല്ലാ സ്ഫറിക്കൽ ഹാർമോണിക്സും ക്വാഡ്രാറ്റിക്സ് എടുത്തിട്ടില്ല. നമ്മൾ ഇത് ചെയ്തുവെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പോളിനോമിയലുകളും x വേരിയബിളുകളിൽ 3 ഡയമെൻഷനിൽ എഴുതാമെന്നും നാം പറഞ്ഞു. പക്ഷേ നിങ്ങൾ എടുത്തത് അതല്ല. നിങ്ങൾ r ഫൈയിൽ പ്രത്യേകമായി ഫൈയിൽ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തു. നിങ്ങൾക്ക് L1 തുല്യമാണ് എന്ന് എടുക്കാം, L2 തുല്യമാണ്. നിങ്ങൾ ഇത് ചെയ്ത രീതി ഓർക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഫീൽ നൽകാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് JMൽ 1 മുതൽ 1 കറസ്പോണ്ടൻസ് ഉണ്ട്. അതിന് തുല്യമായ ഒരു മാർഗമുണ്ട്. അതിൽ ഒരു ഇൻഡെക്സ് ഉപയോഗിച്ച് ഓപ്പറേറ്ററുകളെ ഞാൻ വിളിക്കുന്നു. അതിനെ ഞാൻ k എന്ന് വിളിക്കുന്നു. മറ്റൊരു ഇൻഡെക്സിനെ q എന്ന് വിളിക്കുന്നു. അതിനാൽ സ്കേലാർ ഓപ്പറേറ്റർ 0 ആണ്. വെക്റ്റർ ഓപ്പറേറ്റർ എന്നത് 3 കമ്പോണന്റുകളുള്ള 1, q ആണ്. ഇതിന് ഒരു കമ്പോണന്റ് ഉണ്ട്. അടുത്ത കാര്യം ഉയർന്ന റാങ്ക് ടെൻസറുകൾ ലഭിക്കുന്നതിന് വെക്റ്ററുകൾ കമ്പോസ് ചെയ്യാൻ കഴിയും എന്നതാണ്. തേർഡ് റാങ്ക് ടെൻസേഴ്സ് കിട്ടാൻ 3 വെക്റ്ററുകൾ കമ്പോസ് ചെയ്യണം. ഇന്ന് ഞാൻ ചെയ്തതെല്ലാം aibj ആണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു ibjck എടുക്കാം, 3 ഇൻഡെക്സ് ഒബ്ജക്റ്റ് നേടാം. അതിനാൽ നമ്മൾ ഇന്ന് ഈ ലെക്ചറിൽ ടെൻസർ ഓപ്പറേറ്ററുകൾ പഠിച്ചു. ആ കമ്പോസിഷൻ നോക്കൂ. നിങ്ങൾ spin.js കമ്പൈൻ ചെയ്താൽ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കും? ഈ സാഹചര്യത്തിൽ അതേ cj കോഫിഫിഷ്യന്റ് നിങ്ങളെ ഇത് സോൾവ് ചെയ്യാൻ സഹായിക്കും.